ജന്തർ മന്ദർ സമരത്തിലെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ. ഒടുവിൽ കേസെടുത്തു പോലീസ്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധി കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ഫെമിന ചേരുകയാണ്. ഫെമിന, മണിക്കൂറുകൾ നീണ്ട വലിയ സമരത്തിന് ഒടുവിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും മറ്റും തയ്യാറായതല്ലേ? പ്രതിഷേധത്തിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് പോലീസ് ഇപ്പോൾ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് ഉള്ളിൽ തുടരുകയാണ്. പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു കോൺഗ്രസ് നേതാക്കളുമുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനുള്ളിൽ ഇപ്പോഴും തുടരുകയാണ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേരറിയാത്ത വ്യക്തികളുടെ പേരിലാണ് ഈ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല രജിസ്റ്റർ ചെയ്ത വകുപ്പുകളിലും അനിശ്ചിതത്വമുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷനുള്ളിൽ തുടരുകയാണ്. നേരത്തെ ഈ പെല്ലറ്റ് ആക്രമണം നടത്തിയത് പോലീസ് ഈ പാർലമെന്റ് മാർച്ചിനെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ആക്രമണം നടത്തി പോലീസിനെതിരെ കേസെടുക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം പോലീസ് പെല്ലറ്റ് ആക്രമണം നടത്തിയിട്ടില്ല എന്നൊരു പ്രസ്താവനയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നെ പെല്ലറ്റ് ആക്രമണം പോലീസ് നടത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്? വിദ്യാർത്ഥിയുടെ മെഡിക്കൽ റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ പെല്ലറ്റ് ആക്രമണത്തിൽ ശരീരഭാഗത്ത് മുറിവേറ്റതെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിൽ രാഹുൽ ഗാന്ധി ആ വിദ്യാർത്ഥിയോടൊപ്പമായിരുന്നു ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയത്. പക്ഷേ തുടക്കത്തിൽ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല. പിന്നീട് 4 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിന് ശേഷമാണ് ഇപ്പോൾ ഒടുവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും ദില്ലിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് ഉള്ളിലാണുള്ളത്. ഇവിടെ പുറത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, NSU പ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം. ശരി, ഫെമിനയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ നിന്നും നൽകിയത്.